വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. 4ാം ദിവസത്തെ തെരച്ചിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഒരു മൃതദേഹം ലഭിച്ചു എന്നുള്ളതാണ് പുതിയ വിവരം. 8 പേർ ആകെ ഈ അപകടത്തിൽപ്പെട്ടു എന്നതാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയാണ്. അങ്ങനെയെങ്കിൽ ഇനി ശേഷിക്കുന്നത് ഒരേ ഒരു മൃതദേഹം, ഒരാൾ എന്ന് മാത്രമേ നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിൽ ഇനി ജീവനോടെ അയാൾ ശേഷിക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നല്ല. എങ്കിലും പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ മൃതദേഹങ്ങൾ ഒന്നുകൂടി ആകുന്നു എന്നതാണ്, മൃതദേഹത്തിൻ്റെ കണക്കുകൾ ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമാകുന്ന സാഹചര്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോഴിതാ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും 2 പേരെ കൂടെ കാണാനുണ്ടായിരുന്നു എന്നതാണ് ഇന്നലെ തെരച്ചിൽ നിർത്തുമ്പോഴുള്ള കണക്ക്. ഇതിനുശേഷം രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുകയും ഒരു മൃതദേഹം കൂടി കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു. മീനാക്ഷി പുഴയോട് ചേർന്നുള്ള ഒരു വീടുണ്ട്. ആ വീടിൻ്റെ സമീപത്തുള്ള പ്രദേശത്ത് നിന്നുമാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താൻ ഉള്ളത്. മറ്റ് മുഴുവൻ ആളുകളെയും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മീനാക്ഷി പുഴയോട് ചേർന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് ആ മേഖലയിൽ തന്നെ ഉണ്ടാവാം അവശേഷിക്കുന്ന ആൾ കൂടി എന്നൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ രക്ഷാസംഘം എത്തിയിരിക്കുന്നത്. ഇതുവരെ 7 പേരുടെ മൃതശരീരങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിമാരടക്കമുള്ളവർ വന്നുപോയി. ഇന്ന് തദ്ദേശഭരണ മന്ത്രി KM ഷാജി സ്ഥലം സന്ദർശിച്ച് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും വളരെ ഊർജിതമായി തന്നെ രാവിലെ മുതൽ തെരച്ചിൽ നടപടികൾ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത ഒരാൾ കൂടി കിട്ടിയാൽ, നമുക്ക് അങ്ങനെ പറയാൻ, അങ്ങനെ ആൾ കൂടി കിട്ടിയാൽ ഒരുപക്ഷെ ഇത് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട അവസാന ആളെയും ലഭിച്ചു എന്ന് പറയേണ്ടി വരും. മറ്റ് അനൗദ്യോഗികമായ ആരും ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസൊക്കെ ഉള്ളത്. കാരണം പ്രദേശവാസികളായ ആരെയും കാണാതാവുകയോ അല്ലെങ്കിൽ അവർ ഈ അപകടത്തിന് ശേഷം വീടുകളിലോ ബന്ധുക്കളുടെ അടുത്തോ വരാതിരിക്കുകയോ ചെയ്തതായി വിവരങ്ങളില്ല. ഒപ്പം ആ വഴി സഞ്ചരിച്ച സഞ്ചാരികളുമായി ബന്ധപ്പെട്ടും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ അപകടം നടന്നിട്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ കടന്നുപോയ ആളുകളുമായി ബന്ധപ്പെട്ടും ആരെയും ആ മേഖലയിൽ എത്തിയ ശേഷം കാണാതായി എന്ന വിവരങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഒരാളെ കൂടി ലഭിച്ചാൽ ഔദ്യോഗികമായി തെരച്ചിൽ ഒരുപക്ഷെ അവസാനിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. മറുവശത്ത് ഈ തെരച്ചിലും ആളുകളെ കണ്ടെത്തുന്ന നടപടിക്രമങ്ങളും പുരോഗമിക്കുമ്പോൾ അപകടമുണ്ടാക്കാനിടയായ സാഹചര്യം എന്തെന്നുള്ള തലനാരിഴക്കേറിയുള്ള വിശകലനങ്ങളിലേക്കാണ് ഇനി കടക്കുക. ഒപ്പം ഈ പദ്ധതി ഏത് തരത്തിലുള്ള ഒരു ആഘാതമാണ് പ്രകൃതിക്ക് വരുത്തുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ സുഗമമായ ജീവിതത്തിനും അവരുടെ സ്വത്തിനും മറ്റു വകകൾക്കുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ഈ പദ്ധതി ബാധിക്കുന്നുണ്ടോ എന്നതും, ഈ അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണ് വയനാട്ടിലെ മേപ്പാടി അടക്കമുള്ള ചുരൽമല പോലുള്ള ഇടങ്ങൾ. ഈ മേഖലകളിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഇനി ഭാവിയിൽ ഈ തുരങ്കം സൃഷ്ടിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ള വളരെ വിശദമായ പഠനങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. കൊങ്കൺ റെയിൽവേയുടെ അധികൃതർ ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഈ VSP എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേയാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്ത് ഒരുപാട് വൻകിട പദ്ധതികൾ, പ്രത്യേകിച്ചും കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള കൊങ്കൺ റെയിൽവേ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു തുരങ്ക വിസ്മയം എന്നൊക്കെ പറയാൻ കഴിയുന്നത്. ആ പദ്ധതി നടത്തിയ ഏജൻസിയാണ് കൊങ്കൺ റെയിൽവേ. അവർ ഇന്ന് ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞതും പിന്നീട് പലരും ആവർത്തിച്ചതുമൊക്കെ ഈ അനിയന്ത്രിതമായ രീതിയിൽ മണ്ണ് ഈ തുരങ്കത്തിൻ്റെ മുഖത്ത് കൂട്ടിയിടുകയും അതിലേക്ക് വെള്ളം പതിച്ചപ്പോൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അതിൻ്റെ ഒരു തോത് വർദ്ധിക്കുകയും ചെയ്തു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് എത്തിയത്. എന്നാൽ ഈ വാദമുഖങ്ങൾ പൂർണ്ണമായും കൊങ്കൺ റെയിൽവേ അധികൃതർ തള്ളുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയൊക്കെ തള്ളിക്കളഞ്ഞിരുന്നു. ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഒരു അപകടം തന്നെയാണ് അവിടെ ഉണ്ടായത്, ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് അവിടെ ഉണ്ടായത്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത്തരം ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും പിന്നീട് അതിൻ്റെ ആഘാതം കൂട്ടിയിട്ട മണ്ണിലൂടെ വർദ്ധിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പരിശോധന വരും ദിവസങ്ങളിൽ നടക്കും. അതിന് ജിയോളജിസ്റ്റുകളുടെയും മറ്റ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരടക്കമുള്ളവരുടെയും ഒക്കെ ഒരു പങ്കാളിത്തം സർക്കാർ ഉറപ്പുവരുത്തും. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ അന്വേഷണ സമിതിയെ സർക്കാർ വൈകാതെ പ്രഖ്യാപിക്കുകയും ചെയ്തേക്കാം. അഭിലാഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.